എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്നും കേൾക്കില്ലെന്ന് അറിയാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ വീഡിയോ കൂടെ കാണാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിന്നൊരു കറി ഉണ്ടാക്കാൻ പോവാണ്. മാങ്ങ പെരക്ക് എന്നാണ് പേര്. കണ്ണൂരുകാർക്ക് മാത്രം അറിയുന്ന ഒരു അടിപൊളി കറിയായിട്ട്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു മാങ്ങ പെരക്ക്. എല്ലാവർക്കും അറിയണമെന്നില്ല, ചിലർക്കെല്ലാം അറിയാൻ പറ്റും. അപ്പൊ ഇന്ന് നമുക്ക് ഈ 3 മാങ്ങ വെച്ചിട്ട്, പഴുത്ത മാങ്ങയാണ് ഇത് വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു സൂപ്പർ കറി ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആദ്യം ഇത് കട്ട് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് കാണാം. Few moments later. മുറിച്ച് വെച്ചിട്ടുണ്ട്. ഭയങ്കര കരച്ചിലാണ് മാവ്, അതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ആണ് ഇത് മുറിച്ചത്. അധികം വലുതൊന്നുമല്ല. ഇനി നമ്മൾ എന്താന്ന് വെച്ചാല് കുറച്ച് തേങ്ങയും ചുവന്ന മുളകില്ലേ, വറ്റൽ മുളക്, അത് കുറച്ച് ചമ്മന്തി അരക്കുന്ന മാതിരി അരച്ചെടുക്കുക. ഇത് അരച്ചതാണിത്. ഇല്ല, ഉപ്പ് ഇതിലിട്ടിട്ടില്ല. ഇത് ചുവന്ന മുളക് ഒന്ന് എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷം തേങ്ങയും കൂട്ടിയിട്ട് നമ്മൾ സാധാരണ ചമ്മന്തി അരക്കില്ലേ, അത്. ഉപ്പൊന്നുമില്ല, ജസ്റ്റ് എന്താണ് തേങ്ങയും മുളകും, അത്രയേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിലോട്ട് ചേർക്കണം. അപ്പം അമ്മമ്മ എനിക്കൊരു എന്താ പറയാ ഇത് തന്നിട്ടുണ്ട്, നമ്മുടെ പേരക്ക. നല്ലോണം ചേർക്കാം. എന്നൊക്കെ നമ്മൾ നന്നായിട്ട് തുടച്ചെടുക്കാം. ഇതിലെന്താ കുറച്ച് കാരണം ഇതിൽ കുറേ ഉണ്ട് ചേർക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വെള്ളം ചേർത്ത് അയ്യോ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടി വെള്ളം നമ്മൾ ചേർക്കാണ്. ഒന്നുമില്ല, പെട്ടെന്ന് കഴിയുന്നൊരു കറിയാണിത്. പഴുത്ത മാങ്ങയൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സമയത്ത് ഇങ്ങനെയൊക്കെ ചെയ്താൽ നല്ല രസമാണ് ചോറിന്. ഇത് കണ്ണൂരുകാരുടെ അല്ലേ? കണ്ണൂരുകാരുടെ ഞങ്ങളുടെ നാട്ടിലെ വിഭവമാണ്. അപ്പൊ ഇവിടെ ആർക്കും അങ്ങനെ അറിഞ്ഞുകൂടാ, അതുകൊണ്ട് ഞങ്ങള് ഇവിടുത്തെ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഷെയർ ചെയ്തിരുന്നത് അല്ലേ? എന്റെ ഒരു എന്താ പറയാ കൈപുണ്യം കൂടി വരട്ടെ, എന്റെ കൈപുണ്യം കൂടി വരട്ടെ ഗൈസ്. കണ്ടടാ എന്റെ കൈപുണ്യം. ഇത് നല്ലോണം ആവട്ടോ. കുറച്ചും കൂടി വെള്ളമാണ്. നല്ലോണം എന്താ പറയാ, തേങ്ങ കുറച്ച് അധികം ഉണ്ട്. ഓ, തേങ്ങ കുറച്ചധികം ഉള്ളതുകൊണ്ട് തന്നെ ഗൈസ് വെറുതെ കളിപ്പിക്കാണേ. അവിടെ നിന്ന് കളിക്കാം. അമ്മമ്മയാണ് നോക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും. കഴിഞ്ഞോ പരിപാടി കഴിഞ്ഞോ? ഓ വായ്. ഇതിലേക്ക് നമുക്ക് ടേസ്റ്റ് നോക്കാനൊന്നും ആയിട്ടില്ല. ഇതിൽ കുറച്ച് ഉപ്പ് വേണം. പിന്നെ ഇതിന്റെ ടേസ്റ്റ് വരുന്നത് വെച്ചാൽ ഈ എന്താ പറയാ മാങ്ങേന്റെ മധുരം മാത്രമല്ല, കുറച്ച് നമ്മൾ പഞ്ചസാര ചേർക്കും, എന്നാലേ അതിന്റെ കറക്റ്റ് ഒരു ടേസ്റ്റ് വരുള്ളൂ. കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പും നമ്മൾ കുറച്ച് ഇതിലേക്ക് കുറച്ച് ഉപ്പിടുക. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിടുക. എന്നിട്ട് കുറച്ച് നമ്മൾ 1 സ്പൂണോളം പഞ്ചസാര ചേർക്കുക. മധുരം ഇഷ്ടമുള്ളതാണെങ്കിൽ കുറച്ചും കൂടി, എനിക്ക് ഇഷ്ടമാണ്, അപ്പൊ ഞാൻ കുറച്ചും കൂടി മധുരം ഇതിന് ചേർക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ട അളവിന് ചേർക്കാം. ഇത് നന്നായി മിക്സ് ചെയ്യാം. നല്ല കളറുണ്ട് കേട്ടോ, നല്ല അടിപൊളി. മിക്സ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഒരു ചെറിയൊരു വറവ് കഴിക്കുന്നുണ്ട്, നമ്മുടെ സ്വന്തം. അപ്പൊ ഞാനത് വറുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ പറയാ, ഇതില് ചുവന്ന മുളകുണ്ട്, അത് നിങ്ങൾക്ക് അറിയാലോ, കരിവേപ്പില, കടുക്. ഇതും കൂടി നമ്മൾ ഇതിനോട്ട് ലാസ്റ്റ് ചേർക്കും. കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ പരിപാടി. ഇനി ഞാൻ ഇളക്കാമോ? അപ്പം സംഭവം സെറ്റാണ്. നമ്മുടെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അമ്മ ഇളക്കണ്ടേ? ഓക്കെ. ഇതാണ് നമ്മുടെ മാങ്ങാ പെരക്ക്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഇത്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും മാങ്ങ കിട്ടുമ്പോൾ നിങ്ങൾ ഇത് തന്നെ ചെയ്യും, ഷുവർ ആണ്. അടിപൊളി ഡിഷ് ആണ് അല്ലേ? എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക, അഭിപ്രായം പറയാം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അടിച്ചു പൊട്ടിക്കുക. അപ്പൊ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് വീഡിയോ. അപ്പം ഇറ്റ്സ് മീ ബ്രോ. ചോറ് കഴിക്കാം,
കറിയും കൂട്ടിയിട്ട് നമ്മുടെ സ്വന്തം കറി ജസ്റ്റ് ഞാൻ കാണിച്ചു തരാവേ ഗൈസ്. നമ്മുടെ വായിന്ന് കപ്പലോടും, അത്രയ്ക്കും ടേസ്റ്റ് ആട്ടോ. എൻ്റെ മോനെ, ഓ എന്തൊരു ടേസ്റ്റ് അമ്മ, അത്രയ്ക്കും പൊളിയാണ്, അത്രയ്ക്കും പൊളിയാണ് ടേസ്റ്റ്, അത്രയ്ക്കും പൊളിയാണ്. എന്തൊരു ടേസ്റ്റാ. ഫിഷ് ഫ്രൈ ഒക്കെ കണ്ടോ ടേസ്റ്റ്? നിങ്ങൾ ഫിഷ് ഫ്രൈ ഒക്കെ കണ്ടോ ടേസ്റ്റ്? നല്ല അടിപൊളി സാധനമാണ്. നല്ല കറിയും ഇങ്ങനെ പിടിച്ച് അങ്ങനെ എടുത്ത് ആ